സുഹൃത്തുക്കളെ, മോഹൻലാൽ ചിത്രമായ എമ്പുരാനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത കാലത്ത് തിയേറ്ററുകളിൽ വന്നിട്ടുള്ള ധാരാളം സിനിമകൾ 100 കോടി ക്ലബ്ബുകളിൽ ഒക്കെ എത്തിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം നിലപാടുകൊണ്ട് തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമയാണ് എമ്പുരാൻ. മോഹൻലാൽ ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതൊരു പൊളിറ്റിക്കൽ ഫിലിം എന്ന് നമുക്ക് ഒരു വിശദ പരിശോധനയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഫിലിമാണ്. പാൻ ഇന്ത്യൻ സിനിമയിൽ എത്താൻ പര്യാപ്തമായ എല്ലാ മികവുകളും ഉള്ള ഒരു സിനിമ. ഇപ്പോൾ വിജയ്യുടെ സിനിമ പാൻ ഇന്ത്യൻ സിനിമയിൽ വരികയും വളരെ പ്രചാരം വടക്കേ ഇന്ത്യൻ ആസ്വാദകർക്കിടയിൽ പോലും ഉണ്ടാകുവാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി തെക്കേ ഇന്ത്യൻ സിനിമകൾ പാൻ ഇന്ത്യൻ സിനിമകളുടെ പട്ടികയിൽ വന്നിട്ടുണ്ട്, വളരെ വിജയമായി തീർന്നിട്ടും ഉണ്ട്. എന്നാൽ അതിൻ്റെ ആ വിജയങ്ങളെല്ലാം അതിലംഘിക്കുന്ന ഒരു വിജയത്തിലേക്ക് ഈ സിനിമ എമ്പുരാൻ കുതിച്ചു പായുകയാണ്. തിയേറ്ററുകളിൽ എങ്ങും ടിക്കറ്റുകൾ കിട്ടാത്ത ഒരു നിലയാണ് ഇപ്പോൾ ഉള്ളത്. എവിടെ ചെന്നാലും ഒരു 5 മിനിറ്റ് താമസിച്ചാൽ നമുക്ക് ആ ഷോ കാണാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ട്. ഈ സിനിമയിലെ ഏറ്റവും വലിയ മികവ് എന്ന് പറയുന്നത് ആ സിനിമയുടെ തിരക്കഥയും, അങ്ങനെ ഒരു തിരക്കഥ സിനിമയ്ക്ക് എടുക്കാൻ ധൈര്യം കാണിച്ച സംവിധായകൻ്റെ കൂടി നിലപാടിൻ്റെ വിജയമാണ്. ആ നിലപാടിൻ്റെ വിജയമെന്ന് പറയാൻ കാരണം, നമ്മൾ സമൂഹത്തിൽ ഒന്നും കാണാതെ പോവുകയാണ്. എന്നാൽ ഈ സംവിധായകൻ സമൂഹത്തിൽ നടന്ന കാര്യങ്ങളെ വീണ്ടും നമ്മളുടെ ഓർമ്മയുടെ, സ്മരണയുടെ പഥങ്ങളിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു മതേതര മൂല്യമുള്ള, സംസ്കാരമുള്ള ഒരു രാഷ്ട്രത്തിൽ മനുഷ്യർ ഇടകലർന്ന് വ്യത്യസ്തരായ ചിന്തകളുള്ള, മത വിചാരങ്ങളുള്ള, മത അനുഷ്ഠാനങ്ങളുള്ള ജനങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തമായ ആ ഒരു നിലപാടുമായി സമൂഹത്തിൽ ജീവിക്കേണ്ടത്? സമൂഹത്തിലെ എണ്ണം കുറഞ്ഞവരെയും ദുർബലരെയും ഇല്ലാതാക്കുകയാണോ ചെയ്യേണ്ടത്? ആ ഒരു ചോദ്യം ഈ സിനിമ ഉയർത്തുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഏതാണ്ട് 2020, 1919, 18 ഗുജറാത്തിൽ നടന്ന ഗോദ്ര സംഭവം, അതുപോലെ ഗുജറാത്ത് കലാപങ്ങൾ നമ്മൾ പത്രദ്വാര മറ്റും വായിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ പാവപ്പെട്ട മുസ്ലിമുകളായിട്ടുള്ള മനുഷ്യരുടെ നേർക്ക് സംഘപരിവാറിൻ്റെ നിർദ്ദയതയുടെ പ്രതീകങ്ങളായ, നിഷ്ഠുരതയുടെ പ്രതീകങ്ങളായ ആ നര അധമന്മാർ നടത്തിയിട്ടുള്ള ക്രൂരതകൾ ലോകത്തെ അമ്പരപ്പിക്കുന്നതാണ്, വിഷമിപ്പിക്കുന്നതാണ്, സങ്കടപ്പെടുത്തുന്നതാണ്. അതിൻ്റെ ഭാഗമായി പലതരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ. അതിൻ്റെ ഭാഗമായി ജസ്റ്റിസ് ലോയെ എന്ന് പറയുന്ന ഒരാളിനെ അവിടെ വധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വിധി പറഞ്ഞതിന് ശേഷം ഈ ലോകം കാണാൻ അനുവദിച്ചിട്ടില്ല.
ഇത്തരത്തിൽ മനുഷ്യരെ അകാരണമായി ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ വെറുക്കുകയും കൊല്ലുകയും ചെയ്യുന്ന ഒരു സംസ്കാരം എവിടെ നിന്നാണ് ഇവിടെ ഉണ്ടായത്? ഇത് ഇന്ത്യയിലുള്ള സംസ്കാരമല്ല, ഹിന്ദുവിൻ്റെ സംസ്കാരമല്ല ഇത്. അതാണ് ഗുജറാത്ത് കലാപത്തിൽ നടന്നത്. അതിൻ്റെ ഭാഗമായി ശരി പറഞ്ഞവരെയെല്ലാം അന്ന് അവിടുത്തെ ഭരണാധികാരികൾ ജയിലിലടച്ചിട്ടുണ്ട്, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്, അവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ഇന്നും പല ആളുകളും അതിൻ്റെ ഭാഗമായി കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള അതിനിഷ്ഠുരമായിട്ടുള്ള സംഭവത്തെ സിനിമയുടെ അന്തർധാരയാക്കിക്കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സിനിമയാണ് എമ്പുരാൻ. ഇതിൻ്റെ നിർമ്മാണം നമുക്കറിയാം, ഒരു വടക്കൻ വീരഗാഥ എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം നിർമ്മിച്ച ഗോകുലം ഗോപാലനാണ്. വലിയ 150 കോടിയോളം വരും ഇതിൻ്റെ ചെലവെന്നാണ് കരുതപ്പെടുന്നത്. ആൻ്റണി പെരുമ്പാവൂർ അതിൻ്റെ നിർവഹണം നടത്തിയിട്ടുണ്ട്. എങ്കിലും അതിനു വേണ്ട ഫൈനാൻസ് ഗോകുലം ഗോപാലൻ്റേതാണ്. ഒരിക്കലും ഇത്രയും ഭീമമായ തുക ഒരു സിനിമയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുമ്പോൾ അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട്. ലോകമെമ്പാടുമാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇതിനകത്തെ അഭിനേതാവെന്ന് പറയുന്നത് വളരെ അഭിനയം കൊണ്ട് ശ്രദ്ധേയനായി തീർന്നിട്ടുള്ള ഭരത് മോഹൻലാലാണ്. പിന്നെ ഇതിൻ്റെ തിരക്കഥ ഭരത് ഗോപിയുടെ മകനായിട്ടുള്ള ഒരു ശ്രേഷ്ഠ അഭിനേതാവ് കൂടിയായിട്ടുള്ള ഭരത് മുരളിയാണ്. സംവിധായകൻ പിന്നെ ഈ അതിന് മുമ്പത്തെ സിനിമയായിട്ടുള്ള ലൂസിഫർ സംവിധാനം ചെയ്ത പൃഥ്വിരാജാണ്. പൃഥ്വിരാജിനെ നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രിയങ്കരനായ ഒരു സിനിമാ നടനായിട്ടുള്ള സുകുമാരൻ്റെ മകനാണ്. പ്രതിഭാധനനായിട്ടുള്ള നിലപാടുകളുള്ള ബൗദ്ധികമായ കാഴ്ചപ്പാടുകളുള്ള ഒരു നല്ല വീക്ഷണഗതിയുള്ള ഒരു സംവിധായകൻ ഈ സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സാങ്കേതികമായി ഏറ്റവും നല്ല മികവ് ഇതിൻ്റെ സൗണ്ട് എഞ്ചിനീയറിംഗ്. സൗണ്ട് വളരെ ആകർഷകമായ ഒരു സൗണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു കച്ചവട സിനിമയുടേതായിട്ടുള്ള പിന്നെ കാര്യങ്ങളെല്ലാം വേണ്ട തരത്തിൽ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ആസ്വാദകരെ കൂടുതൽ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഏത് അർത്ഥത്തിൽ പരിശോധിച്ചാലും ഇത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു സിനിമയാണെന്ന് കണ്ണടച്ച് നമുക്ക് സമ്മതിക്കാൻ സാധിക്കും. ഏതായാലും ശരി, ഈ സിനിമ ഇന്ന് വലിയൊരു വിവാദമായിരിക്കുകയാണ്. സംഘപരിവാറും RSSും BJPയും എല്ലാം ഇതിനെതിരെ ഇന്ന് ഓൺലൈനിലൂടെ വലിയ വിമർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ നിരോധിക്കണം എന്നാവശ്യപ്പെടുന്നു ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്ട് സിനിമയുടെ പല ഭാഗങ്ങളും സെൻസർ വിധേയമാക്കി കട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. ഗോകുലം ഗോപാലൻ തന്നെ വന്നിച്ച് പറയുന്നു ഈ സിനിമയിൽ അപാകമായി വന്നിട്ടുള്ള ഭാഗങ്ങൾ മാറ്റുന്നതിന് സംവിധായകനുമായിട്ട് സംസാരിക്കാം എന്ന് പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഈ സിനിമ തിയേറ്ററിൽ വൻ വിജയമായി എന്നു മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസം കൊണ്ട് തന്നെ ഏതാണ്ട് 100 കോടി ക്ലബിൽ ഈ സിനിമ എത്തിച്ചേർന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരാഴ്ച ഇത് ഓടിയാൽ ഈ 100 കോടി എന്നുള്ള സ്ഥാനത്ത് 300-500 കോടിയുടെ സ്ഥാനത്തേക്ക് കുതിച്ചു പായുന്ന തരത്തിലുള്ള പ്രചാരണം, വിരുദ്ധമായ പ്രചാരണം ഈ സിനിമയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സംവിധായകന് ഭീഷണി ഉയരുന്നുണ്ട്. മോഹൻലാലിനെ കുറിച്ച് വൃത്തികെട്ട ഭാഷയിൽ സംസാരങ്ങൾ ഉയർത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മേജർ
പദവി, ഇന്ത്യൻ ആർമിയുടെ വോളണ്ടറി ആയി ലഭിച്ചിട്ടുള്ള ആ പദവി തിരികെ ഗവൺമെൻറ് എടുക്കണം എന്ന ഒരു നിലപാടുമായി ചില ആളുകൾ വന്നിട്ടുണ്ട്. ഏതായാലും ശരി, ഒരു സിനിമയെ ആ സിനിമയായി കാണുവാനും അതിൻ്റെ സാങ്കേതികതയിൽ കാണുവാനുമുള്ള ബുദ്ധിയാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. ഏതർത്ഥത്തിൽ പരിശോധിച്ചാലും വളരെ മികച്ച ഒരു സിനിമ നമുക്കുണ്ടായിരിക്കുന്നു. അത് മറവിയിൽ നിന്ന് മനുഷ്യനെ ഉയർത്തിയെടുക്കുകയും പുനർചിന്തനത്തിന് വിധേയമാക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഏത് തരത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന് ജനങ്ങളെ പഠിപ്പിക്കുവാൻ പര്യാപ്തവുമായ അതിമനോഹരമായ ഒരു സിനിമ ഇന്ന് ജനം തിയേറ്ററുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ഈ സിനിമയുടെ മികവുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ മികവുകൾക്ക് കാരണമായിട്ടുള്ള ഘടകങ്ങൾ, അതിൻ്റെ സംവിധായകൻ്റെ നിലപാട്, നല്ല തിരക്കഥ, നല്ല അഭിനയം കാഴ്ചവെക്കാനുള്ള അഭിനേതാക്കളുടെ കഴിവ്, ഇതെല്ലാമാണ്. തീർച്ചയായും കഴിയുന്നവരെല്ലാം ഈ സിനിമ പോയി കാണണം. അതിനെ സശ്രദ്ധം നിരീക്ഷിച്ച് ഈ സിനിമയുടെ അന്തസത്ത ഉൾക്കൊള്ളാനും കൂടുതൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഈ മൂടുപടമിട്ട ജനാധിപത്യത്തിൻ്റെ അകത്ത് വർത്തിക്കുന്ന സൈത്താനിക് നേച്ചർ, ആ സൈത്താനിക്കായിട്ടുള്ള സ്വഭാവങ്ങളെ കണ്ടെത്തുവാനും നമുക്ക് ഈ സിനിമ നമ്മെ സഹായിക്കും. ഈ സിനിമയ്ക്കെതിരെ കുറ്റം പറയുന്നവർ ഇതിൽ മുസ്ലിം ജനവിഭാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങൾ പരോക്ഷമായി ഇതിൽ ഉണർത്തുന്നു, ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് അവരെ ഇതിന് ചൊടിപ്പിച്ചിട്ടുള്ളത്. അവരേത് തരത്തിലും എവിടെയെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പേരോ ആ സംസ്കാരമോ വന്നാൽ അവർ ഉടൻ അവർക്കെതിരെ വാളുമായി ഇറങ്ങും. അവരെ സ്വഭാവഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് വരുന്ന ഒരു പ്രവണത വളർന്നു വരുന്നുണ്ട്. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് ചില ധാരണകൾ തിരുത്തേണ്ടതായി വരും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.